ഹലോ ഗായ്സ്, വെൽക്കം ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റാൻഡം സൺഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കുറേയധികം വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം നേരത്തെ എഴുന്നേറ്റൊരു സൺഡേയിലെ കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ എഴുന്നേറ്റതിന് ശേഷം ഞാൻ ബ്ലാങ്കറ്റൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താ ബാൽക്കണിയിൽ നിന്ന് തുറന്ന് ബാൽക്കണിയിലെ വ്യൂ ഒക്കെ കാണാനുണ്ടല്ലോ. ഇവിടെ അത്യാവശ്യം നല്ലൊരു കോസി വൈബ് കിട്ടുന്ന ഒരു പ്ലേസാണ്. ഇനിയുള്ള പരിപാടികളൊക്കെ ആസ് യൂഷ്വൽ പോലെ തന്നെയായിരുന്നു. ബ്രഷ് ചെയ്തു, അതിന് ശേഷം ചായ കുടിച്ചു, പിന്നെ കുളിച്ച് വന്നു, ഫ്രഷായി വന്നു, അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ടാണ് പഠിക്കാനിരുന്നുണ്ടായിരുന്നത് കേട്ടോ. കോളേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ +1 +2 ഡീൽ ചെയ്തതല്ലാതെ വരുന്ന വേറെ കുറച്ച് സബ്ജക്റ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണത് പഠിക്കേണ്ടത്, എങ്ങനെയാണെന്നുള്ളതിൽ കൃത്യമായിട്ടൊരു ഐഡിയ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഗ്രാഫിക്സ് ഒക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ പിന്നെ കുറച്ച് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ പെൻഡിങ് ഒക്കെ തീർക്കാനായിട്ടുണ്ടായിരുന്നു മണ്ടേക്ക്. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇനി ചെയ്യാനുള്ള വർക്ക്സ് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനുള്ള വർക്ക്സൊക്കെ ഒന്ന് എഴുതി വെച്ചു. അങ്ങനെ പഠിപ്പും ഫുഡടിയൊക്കെ കഴിഞ്ഞ് അറൗണ്ട് ഒരു 3 ഒക്കെ ആയ ടൈമിൽ നമ്മളൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് വെയിൽ കാണാനുണ്ടല്ലോ, നല്ലൊരു ടൈമിലാണ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും പുറത്ത് പോയി. ആൻഡ് പുറത്ത് പോയിട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലോഡഡ് ഫ്രൈസും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. ആൻഡ് ഈ 2 സാധനങ്ങളാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് വന്നിട്ട് ഒരു ഷോർട്ട് കുർത്തിയായിരുന്നു കേട്ടോ, ഒരു പിങ്ക് കളറിൽ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആൻഡ് അതേപോലെ തന്നെ ഇത് വന്നിട്ട് ഒരു കോട്ടൺ നല്ലൊരു അടിപൊളി മെറ്റീരിയലിൽ വരുന്നൊരു ഷർട്ടായിരുന്നു, ഒരു ക്രോപ്പ് ടോപ്പൊക്കെ പോലത്തെ. അതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വീണ്ടും ബാക്ക് ടു സ്റ്റഡിയിങ് ആണ്. നോട്ട് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനുള്ള സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് കിട്ടാത്ത സാധനങ്ങളൊക്കെ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ അസൈൻമെൻറ്റ്സ്, റെക്കോർഡ് കാര്യങ്ങളൊക്കെ മണ്ടേത്തേക്ക് വെക്കാനുള്ളതൊക്കെ ഇരുന്ന് ചെയ്യുക. അപ്പോൾ എല്ലാം പാടെ ഇനി അങ്ങോട്ട് ഇരുന്നിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വിഷ്വൽസ് മൊത്തം അതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇത് തന്നെ സ്പീഡൊക്കെ കൂട്ടി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോളേജൊക്കെ സ്റ്റാർട്ടായിട്ട് എങ്ങനെയുണ്ട്, എന്താണെന്നുള്ളതൊന്നും പറയാനായിട്ട് മറക്കണ്ട. ഞാൻ എന്തായാലും എന്നെ തന്നെ മോൾഡ് ചെയ്തുകൊണ്ട് വരികയാണ്. പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ വ്ളോഗ്സ് പോലും കുറച്ചായിട്ട് പഠിക്കുന്ന ടൈമിൽ ഓരോന്ന് എടുത്തിടുന്നത്. അപ്പോൾ ഇനി എന്തായാലും കുറച്ചും കൂടെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ സ്റ്റഡി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കീപ് സപ്പോർട്ടിങ് ഗൈസ്, കീപ്പ് ഓൺ ട്രൈയിങ് ഗൈസ്. നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാതായിട്ടൊന്നുമില്ല. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കണ്ട. ബൈ.